വാർത്തകൾ വിശദമായി. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിന് പിന്നാലെ വിശദീകരണവുമായി ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമം ധൂർത്തല്ലെന്നും റിപ്പോർട്ടിന്റെ പേരിൽ വിരുദ്ധ പ്രചാരണമെന്നും ദേവസ്വം ബോർഡ്. ദേവസ്വം ഫണ്ടിൽ നിന്നും എടുത്ത തുക തിരിച്ചടച്ചെന്നും വിശദീകരണം. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയെന്ന പരാമർശം തെറ്റെന്നും വിശദീകരണം. കണക്ക് തയ്യാറാക്കുന്നതിൽ വന്ന പിശകാണോ അവ്യക്തതയ്ക്ക് കാരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സംശയമുന്നയിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈയൊരു ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള ഒരു വിശദീകരണക്കുറിപ്പാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ അവസാനം മുതൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും തള്ളുന്നു. കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് വളരെ വേഗത്തിലാണെന്നും അതുവഴി അതിലേക്ക് കുറച്ച് പിശകുകൾ കടന്നു വന്നിട്ടുണ്ടെന്നും ഈ 17-ാം തീയതി ചേരുന്ന യോഗത്തിൽ വെച്ച് പൂർണ്ണ തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കും എന്നാണ് വിശദീകരണമായി ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നെടുത്ത 3 കോടി രൂപ തിരിച്ച് അടച്ചിട്ടുണ്ട്. സാധാരണ ഈ ആഗോള അയ്യപ്പ സംഘം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആദ്യം കുറച്ച് പൈസ ചിലവാകും. അതിനായിട്ട് പ്രത്യേക അനുമതിയോടുകൂടി 5 കോടി രൂപ എടുക്കുകയും അത് ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിൽ നിന്നുമാണ് ചിലവിനായി പൈസ ഉപയോഗിച്ചത്. ആ പൈസയുടെ കണക്കുകൾ കൃത്യമായി കൈവശമുണ്ട്. മാത്രവുമല്ല, സ്പോൺസർഷിപ്പ് വകയിൽ ഇതുവരെ 3 കോടി രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. 4 കോടി രൂപയുടെ വാഗ്ദാനമുണ്ടായിരുന്നു. 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കും 1 കോടി രൂപ കേരള ബാങ്കും 1 കോടി രൂപ അദാനി ഗ്രൂപ്പുമായിരുന്നു വാഗ്ദാനമായി നൽകിയിരുന്നത്. ഇതിൽ 3 കോടി രൂപ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തിരിച്ചടച്ചു എന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. മാത്രവുമല്ല, ഇനി 1 കോടി രൂപ കിട്ടാനുള്ളത് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഈ വിശദീകരണക്കുറിപ്പിൽ പങ്കുവയ്ക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതിൽ പ്രധാനമായും ഒരു കാര്യം പറയുന്നത്, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ വേഗത്തിലാണ് ഇത്തരത്തിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ തരത്തിലുള്ള ചില പിശകുകളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ആ പിശകുകളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വന്നിരിക്കുന്ന എല്ലാ വസ്തുതകളെയും പൂർണ്ണമായും ഈ വിശദീകരണക്കുറിപ്പ് തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആദ്യമായി ഒരു പ്രധാന കാര്യം പറയുന്നത്, നേരത്തെ തന്നെ വലിയ തരത്തിൽ വിവാദമായി ഉയർന്നിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നുള്ള പൈസ എടുത്തുകൊണ്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്നും ആ തുക തിരിച്ചടച്ചില്ല എന്നുമായിരുന്നു ആദ്യ വിവാദം. ആ വിവാദത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. പൈസ തിരിച്ചടച്ചു എന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപ ചിലവിട്ടു എന്നായിരുന്നു. പക്ഷേ അതിൽ പിശകുണ്ട്. അങ്ങനെ ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നു. പക്ഷേ അവർക്ക് ദിവസം ഇല്ലാത്തതിനാൽ, ആ തീയതി ഒഴിവില്ലാത്തതിനാൽ ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പരിപാടിയാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ റിഹേഴ്സൽ മുതൽ മറ്റു പരിപാടികൾക്ക് ഉൾപ്പെടെയാണ് 8 ലക്ഷം രൂപ ചെലവായത്. അതിൻ്റെ കണക്കുകൾ സഹിതം പുതിയ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിനായി ഏകദേശം 1 ലക്ഷം രൂപ ചിലവിട്ടു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് വാർത്ത വാസ്തവവിരുദ്ധമാണെന്നും അത്തരത്തിൽ ഒരു വിശദീകരണം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മികവുറ്റ പരിപാടി പമ്പയിൽ സംഘടിപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള VIP-കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നവീകരണം പമ്പ ഗസ്റ്റ് ഹൗസിൽ നടത്തി. അതിന് ചിലവായ തുക ഏകദേശം 3 ലക്ഷത്തിലധികമാണ്. അത്രയും തുകയ്ക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങുകയും നവീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് വാങ്ങിയ എല്ലാ ഫർണിച്ചറുകളും അതേപടി പമ്പ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നും പറയുന്നു. അതിൽ മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണെന്നും അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അത്തരത്തിലൊന്ന് ഇല്ല എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുറിപ്പിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്, ഭക്ഷണം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പമ്പാ സംഗമം നടക്കുന്ന വേളയിൽ മാസപൂജയ്ക്കായി നട തുറക്കുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ഭക്തന്മാർ അതുവഴി വന്നിരുന്നു. മാത്രവുമല്ല, പമ്പ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്. ഇവർക്കൊക്കെ ഭക്ഷണം നൽകിയിരുന്നു. അപ്പോൾ ഈ കണക്കുകൾ പരാമർശിക്കുന്ന അനുസരിച്ച് വളരെ വ്യക്തമാണ്. ഏകദേശം 5,000-ഓളം ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുമുള്ള കണക്കുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഈ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചതും അത് മാത്രവുമല്ല മുഖ്യമന്ത്രിക്കായി കട്ടിൽ മേടിച്ചതും ഇല്ലാത്ത ഭജന സംഘത്തിന് പൈസ നൽകിയതും ഭക്ഷണം ക്രമീകരിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇത്തരം പൊരുത്തക്കേടുകളെല്ലാം തന്നെ ചർച്ചയാവുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഈ പ്രചാരണ ജാഥകളിലൊക്കെ തന്നെ ഇത് ചർച്ചയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഒരു പത്രക്കുറിപ്പ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പത്രക്കുറിപ്പിൽ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ 17-ാം തീയതി ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ വെച്ച് പുതിയ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കും, പിശകുകൾ തിരുത്തിയ കണക്കുകൾ അവതരിപ്പിക്കും. ഈ കാര്യങ്ങൾ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാറും പറയുന്നത്. ഈ കണക്കുകൾ തയ്യാറാക്കുന്നതിലുണ്ടായ പിശക് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള തിരിമറികളും ഉണ്ടായിട്ടില്ല എന്ന് കെ ജയകുമാർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത്. അയ്യപ്പ സംഗമം ധൂർത്തല്ലെന്നും റിപ്പോർട്ടിന്റെ പേരിൽ വാസ്തവവിരുദ്ധ പ്രചാരണമെന്നും ദേവസ്വം ബോർഡ് പറയുകയുണ്ടായി. ദേവസ്വം ഫണ്ടിൽ നിന്നും എടുത്ത തുക തിരിച്ചടച്ചെന്നും വിശദീകരണം. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയെന്ന പരാമർശം തെറ്റാണ് എന്നും വിശദീകരണം. കണക്ക് തയ്യാറാക്കുന്നതിൽ വന്ന പിശകാണോ അവ്യക്തതയ്ക്ക് കാരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സംശയം ഉന്നയിച്ചു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.